പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പുകളിൽ വഴിവിട്ട പ്രവർത്തനം നടക്കുന്നതായി ആരോപിച്ചാണ് TN പ്രതാപൻ MLA മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകിയത്. സംസ്ഥാനത്ത് പുതുതായി ക്വാറികൾക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചും അന്വേഷിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഉദ്യോഗസ്ഥരുടെ നടപടിയെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലവന്നൂർ കായൽ കയ്യേറിയുള്ള DLFന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടും നിയമസഭയിൽ വെച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയോ തീരദേശ പരിപാലന അതോറിറ്റിയുടെയോ അനുമതി ഇല്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി PK മൊഹന്തി, പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റി ചെയർമാൻ KP ജോയ് എന്നിവർ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DLFന്റെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരദേശ പരിപാലന അതോറിറ്റി നിയോഗിച്ച 3 അംഗ വിദഗ്ധ സമിതിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചതായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ആ ചെയർമാന്റെ കീഴിലിരുന്ന നാളെ തന്നെ എടുത്ത ഒരു തീരുമാനത്തെ അവരന്വേഷിക്കുന്നതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണല്ലോ അത് വന്നത്. അതുകൊണ്ട് അന്വേഷിക്കട്ടെ, അവർ തന്നെ അന്വേഷിച്ചു പോട്ടെ. അതേസമയം നിയമസഭയിൽ വെക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നതിൽ സ്പീക്കർ അതൃപ്തി രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.